പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ഈ ക്ഷേത്ര ആചാരങ്ങളും നമ്മുടെ ഫോക്ക്ലോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഫോക്ക്ലോർ ഇസ്റ്റായ വെള്ളനാട് രാമചന്ദ്രൻ സാറുമായുള്ള ഒരു സംഭാഷണം പോലെയാണ് ചെയ്യുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു നാടകം കണ്ടു. നാടകത്തിൻ്റെ പേര് മാടൻ മോഷം എന്നാണ്. ആ നാടകത്തിൻ്റെ ഇതിവൃത്തം ഇങ്ങനെയാണ്. അതായത് ജാതി ശ്രേണിയിൽ ഏറ്റവും താഴെയുള്ള ജാതി സമൂഹത്തിൻ്റെ ഒരു ആരാധന സങ്കല്പമായ മാടൻ, ആ മാടൻ എന്ന അവരുടെ ദൈവത്തിനെ സവർണ ജാതിക്കാർ അവരുടെ ദൈവമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് അതിലുണ്ടാകുന്നത്. അവനെ മാടൻ തമ്പുരാനാക്കി മാറ്റിക്കൊടുക്കും. മാടൻ്റെ ഇഷ്ട നിവേദ്യം എന്ന് പറഞ്ഞത് പട്ടച്ചാരായവും കരിങ്കോഴിയുമാണ്. ഈ മാടനെ ഇവർ കൊണ്ടുപോയി, സവർണ ജാതിക്കാർ കൊണ്ടുപോയി മാടൻ തമ്പുരാനാക്കിയപ്പോൾ അവരോട് കൊടുത്തത് പായസവും മറ്റ് വെജിറ്റേറിയനായ ഭക്ഷണങ്ങളുമാണ്. അപ്പോൾ ഈ മാടൻ തന്നെ ഇത് തിന്ന് ഛർദ്ദിക്കുക, നാടകം കണ്ട. അതായത് അദ്ദേഹത്തിന് ഈ കരിങ്കോഴിയും പട്ടച്ചാരവും കഴിച്ച് ശീലിച്ച ആൾ ഈ പായസം കുടിക്കുമ്പോൾ ഛർദ്ദിക്കുകയാണ്. ഇതാണ് നാടകത്തിൻ്റെ ഒരു ഹാസ്യാത്മക രീതിയിലാണ് നാടകം എടുത്തിരിക്കുന്നത്. നല്ല നാടകമാണ്. ഇന്നും കേരളത്തിൻ്റെ പല മൂലകളിലും കളിച്ചുകൊണ്ടിരിക്കുന്ന നാടകമാണ് മാടൻ മോഷം എന്ന നാടകം. ഇതിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ ഉള്ളത് ദേവീ ക്ഷേത്രങ്ങളാണ്, പ്രത്യേകിച്ച് കാളി ക്ഷേത്രങ്ങളാണ്. അപ്പോൾ ഈ കാളി ക്ഷേത്രങ്ങളുടെ ആചാരക്രമങ്ങളിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുറേ സൗന്ദര്യങ്ങളുണ്ട്. ഇത് ഇന്ന് നമ്മൾ കാണുന്നത് ഈ കാളി ക്ഷേത്രങ്ങളെല്ലാം ഭഗവതി ക്ഷേത്രങ്ങളാവുകയും ഇവിടുത്തെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നതെല്ലാം ബ്രാഹ്മണരാകുകയും ചെയ്യുന്ന അവസ്ഥയാണ്. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ ഈ പറഞ്ഞ കാളി ക്ഷേത്രങ്ങളിലോ ഈ അവർണ ജാതി താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരുടെ ക്ഷേത്രങ്ങളിലോ പൂജാതി കർമ്മം ചെയ്യുന്നത് ബ്രാഹ്മണരല്ലായിരുന്നതാണ്. ഇതെങ്ങനെയാണ് ഈ കേരളീയ സമൂഹത്തിൽ ഈ ആചാരങ്ങളെ ഇങ്ങനെ ഹൈജാക്ക് ചെയ്തതുപോലെ ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വലിയൊരു നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുന്ന ഒരു കൂട്ടമാണ് ഈ ആചാരക്രമത്തിലെ ഉത്സവങ്ങൾ ഇന്ന് നാട്ടിൽ നടക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ എല്ലാം കൈകാര്യം ചെയ്യുന്നത് സവർണറാണ്. ഇതൊരു ജാതി ഇതില്ലേ? അത് യഥാർത്ഥത്തിൽ ഇതിനകത്ത് ആദ്യം നമ്മൾ ഈ കാളിക്ഷേത്രങ്ങളുടെ ഉൽപ്പത്തി നമ്മൾ പറയുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യക്തത വരുന്നത്. കാരണം ഈ തമിഴകം എന്ന് പറയുന്നത് ഇന്നത്തെ കേരളവും തമിഴ്നാട് അടങ്ങുന്ന പഴയ തമിഴകം 3 രാജ്യങ്ങളായിരുന്നു: പാണ്ഡ്യം, ചോളം, ചേരം. ഈ ചേര നാട്ടിലായിരുന്നു കേരളം. ഇതിൽ ചേര രാജ്യത്തെ ചേര രാജാക്കന്മാരുടെ കുലദേവത എന്ന് പറയുന്നത് കൊറ്റവൈ എന്ന അമ്മ ദേവതയായി. അപ്പൊ അമ്മയായിട്ടാണ് ഇവരെ കണ്ടിരുന്നത്. അപ്പൊ ഈ അമ്മ ദൈവങ്ങളെ പിന്നെ കാളിയാക്കി മാറ്റുകയാണ്. കാരണം ഭരണദേവതയാണ്. കൊറ്റം എന്ന് പറഞ്ഞാൽ ഭരണമെന്ന അർത്ഥമുണ്ട്, അതിന് യുദ്ധമെന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് കൊറ്റവൈ എന്ന് പറയുന്ന യുദ്ധദേവതയായിട്ടാണ് പിന്നെ കണ്ടത്. ഇതിനെ കാളിയുമായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു, കാളി. അപ്പോ അതിന് തന്നെ ഇവർ പറഞ്ഞ കാളിം മേഘ സമപ്രഭാം, അതായത് കാളി മേഘത്തിനെ പോലെ കറുത്തവളാണ് എന്നാണ്. അപ്പോൾ കൃത്യം ദ്രവീഡിയൻ ദേവതയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇതേ ദ്രവീഡിയൻ ദേവതയെ നമ്മൾ ഇവിടെ കാണുന്നു. നമ്മുടെ സൈന്ധവ നദീ തീരത്ത് ഉള്ള സംസ്കാരത്തിൽ കാളി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. പക്ഷേ കാളിഘട്ടാണ് പിന്നെ കൽക്കട്ടയായി മാറിയെന്ന് നമുക്കറിയാം. ഉജ്ജയിനി മഹാകാളി അമ്മൻ കോവിൽ പഴയ ഗുപ്തരാജാക്കന്മാരുടെ കുലദേവതയായിരുന്നു. ഉജ്ജയിനി മഹാകാളി അമ്മൻ കോവിലുകൾ 11 12 തിരുവനന്തപുരം പട്ടണത്തിനകത്ത്. അപ്പൊ ഈ കാളി എന്ന് പറയുന്നത് ഒരു പക്ഷേ കേരളത്തിലാകമാനം തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനം തന്നെ നിറഞ്ഞു നിന്ന ദ്രാവിഡ ദേവതയാണ് എന്ന് വ്യക്തം. ഇതൊരു പക്ഷേ ഈ സൈന്ധവ തീരത്തെ ദ്രാവിഡ സംസ്കാരത്തിന്റെ പരിച്ഛേദങ്ങളായി രൂപപ്പെട്ടു വന്നതാവാം. അതെന്തോ ആവട്ടെ, നമ്മൾ അതിലേക്കല്ല കിടക്കുന്നത്. അപ്പൊ ഈ കാളിയെ കൊടുത്തിരുന്നത്, കാളിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നമ്മൾ നടത്തിയിരുന്ന കാളിയാട്ടം, പടയണി, ഇതിലെല്ലാം കാളിയാണ് മുഖ്യ. തെയ്യങ്ങളിൽ, തിറകളിൽ ഒക്കെ കാളിയെ വെച്ച് കാളിക്കാവുകൾ ഉണ്ടായിരുന്നു. കാളിക്കാവ് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിന്റെ പേര് തന്നെ കാളിക്കാവ് എന്നാണ്. അപ്പൊ കാളിയെ പല തരത്തിൽ ദ്രവീഡിയൻ കൾച്ചർ അനുസരിച്ച്, ദ്രവീഡിയൻ കൾച്ചറിന്റെ ഒരു പ്രത്യേകത, എനിക്ക് എന്താണോ ഇഷ്ടപ്പെട്ട വിഭവം, ആ വിഭവമാണ് എൻ്റെ ദേവതയ്ക്ക് ഞാൻ കൊടുത്തത്. എനിക്ക് കോഴിയിറച്ചാണ് ഇഷ്ടമോ, ഞാൻ കറുത്ത കോഴിയാണ് ദേവിക്ക് കൊടുക്കുന്നത്.
എനിക്ക് മദ്യമാണ് ഇഷ്ടമെങ്കിൽ ഞാൻ മദ്യം തന്നെയാണ് ദേവിക്ക് കൊടുക്കുന്നത്. അങ്ങനെ ദേവിമാർക്ക് അവരുടെ അമ്മമാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ കൊടുത്ത് പൂജ നടത്തിയിരുന്ന സമ്പ്രദായമായിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും നിലനിന്നത്. അപ്പൊ കേരളത്തിൽ ക്ഷേത്ര സങ്കല്പം അന്ന് രൂപമെടുത്തിരുന്നില്ല. കേരളത്തിലെ പ്രധാനമായും 2-3 സ്ഥലങ്ങൾ, ഒന്ന് കാവുകൾ, രണ്ടാമത്തെ തറകൾ. തറകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലം അതിനു വേണ്ടി സങ്കല്പിച്ച് അവിടെ പൂജ നടത്തുക എന്നുള്ളതാണ്. പൂജയല്ല, വെച്ചു കൊടുക്കൽ എന്നാണ് അവർ പറയുക. മറ്റൊന്നുള്ളത് എന്താണ്, കാവുകൾ സങ്കല്പിച്ച്, കാളിക്കാവുകളും ബാക്കിയുള്ളത്. ഈ കാലഘട്ടത്തിലാണ് 8-ാം നൂറ്റാണ്ടോടുകൂടി ബ്രാഹ്മണരുടെ വരവ്. ഈ ബ്രാഹ്മണരെ സംബന്ധിച്ചിടത്തോളം അവർ ഇവിടുത്തെ സാംസ്കാരിക മണ്ഡലത്തിനെ കീഴടക്കിയത് പ്രധാനമായും ഭാഷ ഉപയോഗിച്ചാണ്. അവരുടെ ഭാഷ എന്ന് പറയും സംസ്കൃതത്തിന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ തനത് ഭാഷയേക്കാൾ എന്തോ പ്രത്യേക മമതയുണ്ടെന്ന്, അത് ദേവഭാഷയാണ്, വേറെ ആർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് അറിഞ്ഞുകൂടാത്ത മന്ത്രങ്ങൾ ഒരു പ്രൗഢ ഗംഭീരമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ ഇവിടത്തെ സാധാരണക്കാരൻ അതിൽ വീഴും. നാടകത്തിൽ ഈ എടുത്തു പറയുന്നു മന്ത്ര ഉച്ചാരണം ഇത് കേട്ട് അന്തം വിട്ടിരിക്കുന്ന കുറെ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? ഈ സംസ്കൃത പദം വേറെ അതിനൊരു ഉദാഹരണമാണ് 1493 കൊളംബസ് തെക്കേ അമേരിക്കയിൽ ഇറങ്ങുമ്പോൾ അവിടെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്ന ഒരു വലിയ ശ്രമം നടത്തി. അവിടുത്തെ ആദിവാസി സമൂഹത്തിന്റെ ഒരു നടത്തലും നടപ്പില്ല. അപ്പൊ ഏതോ ഒരു സാഹിത്യകാരൻ പറഞ്ഞു കൊടുത്ത, നിങ്ങൾ ആദ്യം അവരുടെ ഭാഷയെയും സംസ്കാരത്തെയും നശിപ്പിക്കൂ, നിങ്ങൾക്ക് വളരെ എളുപ്പമാണെന്ന്. അതുപോലെ ഇതേ തന്ത്രമാണ് നമ്പൂതിരിമാർ എന്ന് പറയുന്ന വടക്കേ ഇന്ത്യൻ ബ്രാഹ്മണർ ചെയ്ത ജോലി. അവരവരുടെ ഭാഷ അടിച്ചേൽപ്പിച്ചു, അവരുടെ വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിച്ചു, അവരുടെ രീതി. ഈ നിറം കൂടി കണ്ടപ്പോൾ, തൊലി വെളുപ്പ് കൂടി കണ്ടപ്പോൾ ഇവിടുത്തെ ദ്രവീഡിയൻ സമൂഹം അതിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അക്കൂട്ടത്തിൽ അവർ കുറെ രാജാക്കന്മാരെ സൃഷ്ടിച്ചു. അപ്പൊ അവരുടെ ചൊൽപ്പടിക്ക് നിന്ന് കറങ്ങുന്ന രാജാക്കന്മാരിലൂടെ, അവരുടെ ഫണ്ടിങ്ങിലൂടെ ഈ കാളികളെല്ലാം ഭഗവതികളായി, ഭഗവതിക്ക് ക്ഷേത്രങ്ങളായി. അതുവരെ ക്ഷേത്ര സങ്കല്പം മലയാളത്തിന് അന്യമായിരുന്നു. നമുക്കിവിടെ കാവുകളും തറകളും മാത്രമേ ഉള്ളൂ, തെയ്യങ്ങളും തിറകളും മാത്രമേ ഉള്ളൂ. ആ സ്ഥാനത്താണ് ഈ പുതിയ ക്ഷേത്ര സങ്കല്പം വരുന്നത്, വലിയ കെട്ടിപ്പൊക്കലുകൾ ഉണ്ടാകുന്നത്. ആ നിർമ്മിതിയുടെ പേരിലാണ് പിൽക്കാലത്ത് യവർണരെല്ലാം ഇവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടത്. എന്നാൽ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുപോലൊരു കാളി ഭഗവതി ഇരിക്കുന്നതാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിലെ ഉത്സവത്തിന്റെ ഒരു ദിവസം, അതായത് ഉത്സവം തീരുന്നതിന്റെ തലേ ദിവസം, മീനമാസത്തിലെ അശ്വതിയിൽ കാവ് തീണ്ടൽ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഈ കാവ് തീണ്ടൽ നടത്തുന്ന മുഴുവൻ അവർണരാണ്. അവർണർക്ക് വേണ്ടി വിട്ടുകൊടുത്തു. ഇത് നമുക്ക് തരുന്ന സന്ദേശം മറ്റൊന്നാണ്. ഒരു കാലത്ത് ഈ അവർണ സമൂഹം അവരുടെ ആരാധന മൂർത്തിയായിരുന്നു. അത് ബ്രാഹ്മണ്യത്തിന്റെ കയ്യിലേക്ക് പോയപ്പോ, ഒരുപക്ഷെ ക്ഷത്രിയ ബ്രാഹ്മണ കൂട്ടുകെട്ടിന്റെ പേരിൽ ഇത് അവരുടെ കയ്യിലേക്ക് പോകുമ്പോ അവർ സൗജന്യമായി അനുവദിച്ചു കൊടുത്ത ഒരു ദിവസമാണ് ഈ അവർണർക്ക്. എന്നാലും അവിടുത്തെ ഈ കൊടുങ്ങല്ലൂര് എനിക്ക് തോന്നുന്നു ക്ഷേത്ര ഭരണ നിർവഹണത്തിൽ ഈ അവർണർക്ക് പങ്കുണ്ടാവോ? ഉണ്ട്, അവിടെ ഉണ്ട്. അത് അവിടെ വലിയ രസകരമാണ്. ക്ഷേത്ര ഭരണത്തിലല്ല, ക്ഷേത്ര പൂജയിലുണ്ട്. അത് വളരെ രഹസ്യമാണ്. കാരണം എന്താ പറയുക, അവിടെ ഒരു അവർണ പൂജ നടക്കുന്ന ഒരു അതിന്റെ മൂലസ്ഥാനം എന്ന് പറയുന്ന ഒരു ഗുഹയുണ്ട് അവിടെ, ആ ക്ഷേത്രത്തിനോട് ചേർന്ന്. മുഖ്യക്ഷേത്രത്തിൽ കാണില്ല. മുഖ്യക്ഷേത്രത്തിൽ ബ്രാഹ്മണനാണ്. ഇതിന്റെ ഭരണ നിർവഹണത്തിലും മിക്കവാറും ഈ പറഞ്ഞ നമ്മളെ ഈ ഹൈന്ദവ സമൂഹത്തില് വൈവിധ്യമായ ജാതികളാണല്ലോ ഉള്ളത്. ഈ പറയുന്ന ഈ അവർണരുടെ ദൈവസങ്കല്പമായ ഈ കാളിയെ ഈ രീതിയിൽ ഇവര് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം അവരെ ഭരണ നിർവഹണങ്ങളിൽ കംപ്ലീറ്റ് സവർണ ജാതിക്കാരാണ്. നമ്മളെ ഈ തെക്കൻ കേരളത്തിലെ പല ദേവീ ക്ഷേത്രങ്ങളിലെയും ഭരണ നിർവഹണത്തിന്റെ ക്ഷേത്ര സമിതികളിൽ അവർണ ജാതിക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എണ്ണി നോക്കണം. അത് അവിടെ നമ്മൾ അതായത് ഊട്ടും കാണാം ഉപ്പും വിൽക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം. അപ്പൊ ഊട്ടാണ് ഇവരിവിടെ നടത്തിക്കൊണ്ടിരുന്നത്, ഉത്സവം ഇവിടുത്തെ അവർണർ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ സംബന്ധിച്ച് അവർക്ക് ഭരണമൊന്നുമില്ല, അവിടെ ഒരാളെ ഉള്ളൂ, അത് അവിടുത്തെ പൂജാരിയാണ്. ആ പൂജാരിക്ക് വേണ്ട വിഭവങ്ങൾ അവിടെ ആ ഗ്രാമത്തിലെ സമൂഹം ഒന്നിച്ചുകൂടി അവരുടെ ഉൽപാദന മിച്ചം കൊണ്ടുവന്ന് കൊടുക്കുക. അവിടെ പൂജ നടത്തുന്ന കഴിയുന്നു, അവർ പോകുന്നു. അവിടെ ഭരണത്തിനെ കുറിച്ച് അവരുടെ മനസ്സിലൊരു സങ്കല്പം പോലുമില്ല. ദൈവത്തിന് ഒരിക്കലും ഭരിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്നവരാണ്. ആ സ്ഥാനത്താണ് ക്ഷേത്ര ഭരണസമിതി എന്ന് പറയുന്ന രാജകീയ
രാഷ്ട്രീയ പ്രൗഢിയിൽ നടക്കുന്ന ഒരു സംഘടന, അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു പൂജാരി, അതിനോടൊപ്പം ചേരുന്ന ഒരു പ്രത്യേക മന്ത്രവാദ ഭാഷ, അതിനോടൊപ്പം ചേർന്ന് വരുന്ന ആചാര അനുഷ്ഠാനം, ഇത് ഇവിടുത്തെ അവർണനെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ആദി ദ്രാവിഡനെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. അവനിത് പരിചയമില്ല. പക്ഷേ ഒരു സൗജന്യം എന്നുള്ള നിലയ്ക്ക് ഒരു ദിവസം അവന് വിട്ടുകൊടുത്തു അവന്റെ ആരാധന നടത്താൻ. അവിടെയാണ് ഈ കാവി തീണ്ടലും കോഴിബലിയും നടക്കുന്നത്. നമ്മുടെ ഈ ഇവിടെ കാണുന്ന ഭഗവതി ക്ഷേത്രങ്ങളെല്ലാം മുൻകാലത്ത് കാളി ക്ഷേത്രങ്ങളായിരുന്നോ? പലതും എന്ന് നമുക്ക് പൂർണ്ണമായി നമുക്ക് പറയാൻ കഴിയാത്തതിന് കാരണം വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന പല ബ്രാഹ്മണ സമൂഹത്തിന്റെയും കുലദേവത ആദിപരാശക്തിയായിരുന്നു. അതും ദേവി എന്നാണ് അറിയപ്പെടുക, അതും ഭഗവതി എന്നാണ് അറിയപ്പെടുക. അതേ ഭഗവാന്റെ സ്ത്രീലിംഗമാണ് ഭഗവതി. ഭഗവാൻ എന്ന് പറയുന്നത് പിന്നെ മഹാവിഷ്ണുവാണ്. ഭാഗവതർ എന്ന പദമൊക്കെ ഉണ്ടായത് ഭഗവാനിൽ നിന്ന്. അല്ല സാർ, ഈ ആചാരം ഈ ഭഗവതി ഇപ്പം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരങ്ങൾക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കുത്തിയോട്ടം പോലെ സാധനങ്ങൾ കാണുന്നത് അത് കാളി ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ നമുക്ക് ഇത് നമുക്ക് കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അവർണരുടെ ദൈവങ്ങളെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയത് പോലെ തോന്നാറില്ല? അല്ല, അത് അവിടെ വലിയ രസം എന്ന് പറഞ്ഞാൽ അവിടെ ഹൈജാക്ക് ചെയ്യപ്പെടുക അല്ല ചെയ്തത്. അവിടെ പലതും സവർണന്റെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. അവിടെ ഇപ്പൊ നടന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതൊരു വലിയൊരു ആഢ്യ നായർ കുടുംബത്തിന്റെ കുടുംബക്ഷേത്രമായിരുന്നു. അത് പിന്നെ പല കാരണം അതൊരു വലിയ ചരിത്രമാണ്. അത് സ്വാതി തിരുനാളിന്റെ കാലം മുതൽ അവിടെ പുതിയ ജോത്സ്യൻ ശങ്കരനാഥ ജോത്സ്യനും തുടങ്ങിയ ആളുകളൊക്കെ വന്നതിന് ശേഷം അതൊരു വലിയ അമ്പലമായി ക്രമേണ കൊണ്ട് വളർത്തി. ഈ അമ്പലത്തിന്റെ വരുമാനം കൂടിയതനുസരിച്ച് അവിടെ പുതിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവന്നു. അപ്പോൾ ഓട്ടം എന്ന് പറയുന്നത് ഒരു കച്ചവടമാണ്. കുട്ടികളെ ഓട്ടത്തിന് നേർച്ച കുത്തി ഓട്ടത്തിന് കുട്ടികളോട് നേർച്ച അവിടെ കൊണ്ട് 5000-10,000 അടയ്ക്കണം. മനസ്സിലാക്കണം. അവിടെ ഇപ്പം നമ്മൾ അവിടെ പൊങ്കാലയ്ക്ക് മാത്രമേ പൈസ കൊടുക്കേണ്ടത്. പൊങ്കാലയ്ക്ക് പൈസ പിരിക്കാവുന്ന സാഹചര്യമില്ല. അതുകൊണ്ട് അവിടെ ഇതിൽ ബാക്കിയുള്ള എല്ലാ നേർച്ചയ്ക്കും അവിടെ ഫീസുണ്ട്. ഈ ഫീസാണ് അവിടുത്തെ വരുമാനം. ഈ വരുമാനം കൊണ്ടാണ് അതിൻ്റെ വളർച്ച ഉണ്ടാകുന്നത്. അപ്പോൾ ബ്രാഹ്മണർ ഇതിനെ കച്ചവടവൽക്കരിച്ചു എങ്കിൽ ആദി ദ്രാവിഡ സമൂഹം അതിനെ അവർ വിശ്വാസത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് അതിനെ സംരക്ഷിച്ചത്. മറിച്ച് ഇവരിതിനെ ആചാരവൽക്കരിക്കുകയും അനുഷ്ഠാനവൽക്കരിക്കുകയും അതിനെ പിന്നെ കച്ചവടവൽക്കരിക്കുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ വിശ്വാസ മുതലെടുപ്പുകളെല്ലാം നടക്കുന്നത്.